ഇടുക്കി തൊടുപുഴയിൽ നിന്ന് കാണാതായ ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തി. കലയന്താനി ചെത്തിമറ്റത്തെ കാറ്ററിംഗ് ഗോഡൌണിലാണ് മൃതദേഹം കണ്ടത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, അല്പസമയം മുമ്പ് വരെ അവിടെ പരിശോധന തുടരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മൃതദേഹം കണ്ടെത്തി. ഏത് രീതിയിലാണ് ഈ ഗോഡൌൺ കേന്ദ്രീകരിച്ചൊരു പരിശോധന നടത്താൻ തോന്നിയത്? ക്രിസ്റ്റിന, ഈ ഗോഡൌണിലെ, അതായത് ഒരു കേറ്ററിംഗിന്റെ ഗോഡൌൺ ആണ്, കേറ്ററിംഗ് സർവീസ് നടത്തുന്നതിന്റെ ഗോഡൌൺ ആണ്. അവിടുത്തെ മാൻഹോളിലാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. വലിയ തരത്തിലുള്ള ദുർഗന്ധം ഉൾപ്പെടെ ഈ മാൻഹോളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുമുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, പോലീസുകാരുടെ ഒരു വലിയ സംഘം തന്നെ അവിടെ ഈ പരിശോധനയ്ക്കായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഈ മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഇത് ഈ ബിജു ജോസഫിന്റെ മൃതദേഹം തന്നെയാണോ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ തന്നെയാണ് പോലീസ് അനുമാനിക്കുന്നത്. അങ്ങനെ തരത്തിലുള്ള മൊഴികളാണ് ഈ കസ്റ്റഡിയിലുള്ളവർ കൊടുക്കുകയും ചെയ്തിട്ടുള്ളെങ്കിൽ കൂടിയും സാങ്കേതികമായിട്ട് അത് സ്ഥിരീകരിക്കണമെങ്കിൽ ഇത് ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം, പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ ബിജു ജോസഫിന്റെ മൃതദേഹമാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ ഒരു മൃതദേഹം ഈ പ്രതികൾ പറഞ്ഞതനുസരിച്ച് ഈ മാൻഹോളിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ബിജു ജോസഫിനെ കാണാതാകുന്നത്. തുടർന്ന് ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ കൊട്ടേഷൻ നൽകിയാണ് ഈ കൊലപാതകം ഉൾപ്പെടെ നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇതിനെ ചൊല്ലി ഉണ്ടായ ചില സംഘർഷങ്ങൾ അത് കൊലപാതകത്തിലേക്ക് നയിച്ചു അല്ലെങ്കിൽ മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതിൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉൾപ്പെടെ 3 പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഒരു കാപ്പ കേസ് പ്രതിയെ പിടികൂടിയതിന് ആണ് ഈ 3 പ്രതികളിലേക്ക് പോലീസ് എത്തുകയും പിന്നീട് ഈ ഗോഡൌണിലേക്ക് ഈ മൃതദേഹം ഉണ്ട് എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന ഉൾപ്പെടെ നീണ്ടുപോവുകയും ചെയ്തു. എന്തായാലും നിലവിൽ മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പുറത്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. രാഹുൽ, അതുപോലെ തന്നെ ഈ സാമ്പത്തിക കാരണങ്ങളാണ് അത് തർക്കങ്ങളിലേക്കും ഒടുവിൽ കൊട്ടേഷൻ കൊടുക്കുന്നത് വരെയുള്ള ഒരു വൈരാഗ്യത്തിലേക്കും എത്തിച്ചതെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഏത് തരത്തിലുള്ള സാമ്പത്തിക തർക്കമായിരുന്നു, സാമ്പത്തിക ഇടപാടുകളായിരുന്നു ഇവർ തമ്മിൽ ഉണ്ടായിരുന്നത്? ഈ മൂവർ സംഘം എങ്ങനെയാണ് അവിടെ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയത്? ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഈ രീതിയിലൊക്കെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ ഇപ്പോൾ? ക്രിസ്റ്റീന, ഈ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം അനുസരിച്ച് ഈ ബിജു ജോസഫും മറ്റൊരാളും ചേർന്നാണ് ഈ കേറ്ററിംഗ് സർവീസ് നടത്തിയിരുന്നത്. ഇതിലെ ചില സാമ്പത്തിക തർക്കങ്ങൾ നിലനിന്നിരുന്നു. അങ്ങനെ ഈ വ്യാഴാഴ്ച ഈ പണം കൊടുക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബിജു ജോസഫിന്റെ പങ്കാളി ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. പിന്നീടാണ് ഇങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോകലും ഭീഷണിപ്പെടുത്തി പണം തിരികെ മേടിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്താൻ ഈ പങ്കാളി തീരുമാനിച്ചതെന്നാണ്. ജോമോൻ എന്നാണ് ഈ പങ്കാളിയുടെ പേര്. അതിന്റെ മറ്റ് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് സ്ഥിരീകരിച്ച് തന്നെ പറയുകയും ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടേഷൻ കൊടുക്കുന്നു. ഇയാളെ തട്ടിക്കൊണ്ടുപോയി കലയന്താനിയിലുള്ള ദേവമാത കേറ്ററിംഗിന്റെ ഗോഡൌണിലേക്ക് അവിടെ വെച്ച് പണം ചോദിക്കാനുള്ള രീതിയിൽ കൊണ്ടുപോകുന്നു. അതിനുള്ളിൽ കയറ്റി ഇയാളെ മർദ്ദിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു. പിന്നീട് ഈ മരണം മറയ്ക്കാൻ വേണ്ടി, ഈ കൊലപാതകം മറയ്ക്കാൻ വേണ്ടി ആ മൃതദേഹം ആ ഗോഡൌണിൽ തന്നെയുള്ള മാൻഹോളിൽ ഉപേക്ഷിക്കുകയും മണ്ണിട്ട് മൂടുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പിന്നീട് ഈ കൊലപാതകം നടത്തിയ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഈ ഗോഡൌണിൽ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഈ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട, എറണാകുളത്ത് നിന്ന് നാടുകടത്തപ്പെട്ടൊരു പ്രതിയെ പോലീസ് പിടികൂടുന്നു. ഇയാളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഇയാളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും വിവരങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നതിന്റെ സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. പിന്നീട് വിശദമായി ചോദ്യം ചെയ്യുകയും ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് പോലീസ് കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളിലെ കൊട്ടേഷൻ നൽകിയ ആളും, അതായത് ജോമോനും അതുപോലെ തന്നെ മറ്റ് 2 ഈ കൊലപാതകം നടത്തിയ കൊട്ടേഷൻ സംഘാംഗങ്ങളും പിടിയിലാകുന്നത്. മൊത്തം 4 പേരാണ് ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ 3 പേര് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പരിശോധനയും തെളിവെടുപ്പും നടന്നത്.